നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 മാത്സിലെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററാണ്. അതിലെ ഫോക്കസ് ചെയ്ത ടോപ്പിക്സ് ആണ്. സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ അരിത്മെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനുമാണ് പഠിക്കാനുള്ളത്. അതിൽ ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമാണ് ഫോക്കസ് ഏരിയയിലുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജോമെട്രിക് പ്രോഗ്രഷനും അതിൽ നിന്ന് വരാവുന്ന ടൈപ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ആയിട്ട് ഒരു റൂള് ഫോളോ ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ കുറേ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സീക്വൻസ് എന്ന് നോക്കാം. 2, 4, 6, 8 എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ എന്തെങ്കിലും ഈ ഗ്രൂപ്പിൽ ഓരോ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും സ്പെഷ്യൽ റൂൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. എന്താ 2 വെച്ച് ഇൻക്രീസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതൊരു സീക്വൻസ് ആണ്. 3, 6, 9 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ റൂള് ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരു സീക്വൻസ് ആണെന്ന് പറയാം. 1, 4, 9, 16 എക്സെട്ര. ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ എന്താണ് ഒന്ന് ഇൻക്രീസ്, കോമൺ നമ്പർ വെച്ച് ഇൻക്രീസ് ചെയ്ത് പോവല്ല. പിന്നെ എന്താണ് 1, 4, 9, 16 എന്നാൽ നോക്കുമ്പോൾ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എക്സെട്ര. അങ്ങനെ എല്ലാ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആയിട്ടാണ് പോകുന്നത്. ഇവിടെയോ 2, 6, 10, 14. 2 + 4 6, 6 + 4 10, 10 + 4 14 എക്സെട്ര. 4 വെച്ച് ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. ഇത് 1/2, 1/4, 1/8, 1/16. ഇവിടെ എന്തെങ്കിലും ഓരോ നമ്പേഴ്സിനെ 1/2 മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത്. 1/2, 1/2 × 1/2 1/4, 1/4 × 1/2 1/8, 1/8 × 1/2 1/16 എക്സെട്ര. അങ്ങനെയാണ് പോകുന്നത്. ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഒരു റൂള് ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ്, നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോക്കസ് ചെയ്ത ടോപ്പിക്കായ ജോമെട്രിക് പ്രോഗ്രഷൻ നോക്കാം. ജോമെട്രിക് പ്രോഗ്രഷനെ ഷോർട്ടാക്കി എഴുതുന്നതാണ് GPM. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ സീക്വൻസിലെ കോൺസിക്യൂട്ടീവ് ടേംസ്, അതായത് അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ നമുക്ക് ആ പ്രോഗ്രഷനെ, ആ സീക്വൻസിനെ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കാം. അതായത് ഇപ്പം A1, A2, A3, A4 എക്സെട്ര ആണ് നമ്മുടെ സീക്വൻസ് എങ്കിൽ A2/A1, A3/A2, A4/A3 ഇതൊക്കെ ഈക്വൽ ആയിരിക്കും. അതായത് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള റേഷ്യോ. A1, A2 ആണ് കോൺസിക്യൂട്ടീവ്. A2/A1 എന്ന് പറയുന്നതും A3/A2 എന്ന് പറയുന്നതും A4/A3 എന്ന് പറയുന്നതും എന്താണ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ സീക്വൻസിനെ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കാം. ജോമെട്രിക് പ്രോഗ്രഷനിലെ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെന്ന് പറയും. ആ ഈക്വലായിട്ട് വരുന്ന ആ റേഷ്യോനെ വിളിക്കുന്നതാണ് കോമൺ റേഷ്യോ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് R എന്നാണ്. എന്താണ് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള റേഷ്യോസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈക്വലായിട്ട് വരുന്ന റേഷ്യോനെ വിളിക്കുന്നതാണ് കോമൺ റേഷ്യോ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ R യൂസ് ചെയ്താണ്. ഇനി ജോമെട്രിക് പ്രോഗ്രഷനിലെ ഫസ്റ്റ് ടേമിനെ വിളിക്കുന്നതാണ്. അതായത് നമ്മുടെ സീക്വൻസിലെ ഓരോ നമ്പേഴ്സുമാണ് ഓരോ ടേംസ് എന്ന് പറയുന്നത്. അതായത് ഓരോ ടേംസിനെയാണ് നമ്മൾ കോമ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് A എന്നായിരിക്കും. ഫസ്റ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് A എന്നായിരിക്കും. ജോമെട്രിക് പ്രോഗ്രഷനകത്ത് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് R എന്നും ഫസ്റ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് A എന്നാണ്. ഫസ്റ്റ് ടേം A വരുന്നതും കോമൺ റേഷ്യോ R വരുന്നതുമായ ഒരു GP എഴുതി എങ്ങനെ വരും? AR, AR², AR³ എക്സെട്ര. ജനറലായിട്ട് ഒരു ടേമിനെ റെപ്രസെന്റ് ചെയ്യാൻ എങ്ങനെയായിരിക്കും? AR⁻n−1 എന്നാണ്. അതായത് ഫസ്റ്റ് ടേം A, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞു? സെക്കൻഡ് ടേം
സെക്കൻഡ് ടൈം വന്നപ്പോൾ എന്താണ് വന്നത്? എ ആർ എന്നാണ് വന്നത്. അതായത് 2 - 1 AR⁻2 - 1 പൊസിഷൻ നമ്പർ -1 ആണ് വന്നത്. അപ്പോൾ എന്ത് ടേം ആണെങ്കിൽ എന്ത് ടേമിനെ നമുക്ക് എ എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് ടേം ആണെങ്കിൽ A × R⁻n−1 എന്നായിരിക്കും. അപ്പോൾ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A = AR⁻n−1. അപ്പം ജോമെട്രിക് പ്രോഗ്രഷനകത്ത് ഓർത്തിരിക്കുന്ന ഇക്വേഷൻ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A = AR⁻n−1. ഇപ്പോൾ 10th ടേം ആയിരുന്നെങ്കിൽ 8 നിന്ന് വരും. ഇപ്പം എന്ത് വരും? AR⁻10−1 AR⁻9 എന്ന് വരും. അതുപോലെ ജനറൽ ആയിട്ടൊരു ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AR⁻n−1. സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സം ഓഫ് n ടേംസ്. സം ഓഫ് n ടേംസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Sn എന്നാണ്. സം ഓഫ് n ടേംസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Sn എന്നാണ്. A × R⁻n−1 ഡിവൈഡഡ് ബൈ R−1. സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A × R⁻n−1 ഹോൾ ഡിവൈഡഡ് ബൈ R−1. സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A × R⁻n−1 ഹോൾ ഡിവൈഡഡ് ബൈ R−1. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള റേഷ്യോസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ആ ഈക്വലായിട്ട് വരുന്ന റേഷ്യോവിനെ വിളിക്കുന്നത് കോമൺ റേഷ്യോ എന്നാണ്. ആ കോമൺ റേഷ്യോവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് R എന്നാണ്. ഫസ്റ്റ് ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജനറൽ ടേം ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ജനറൽ ടേം എന്ന് പറയുന്നത് AN. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AR⁻n−1. ജനറൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AN = AR⁻n−1. Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A × R⁻n−1 ഹോൾ ഡിവൈഡഡ് ബൈ R−1. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് നോക്കാം. ജോമെട്രിക് മീനെ ഷോർട്ട് ഫോം GM എന്നാണ്. അപ്പോൾ ജോമെട്രിക് മീൻ ബിറ്റ്വീൻ ടു നമ്പേഴ്സ് A and B ജോമെട്രിക് മീൻ ബിറ്റ്വീൻ A and B ആണെങ്കിൽ എന്ന് പറയുന്നത് √AB ആണ്. അപ്പോൾ എന്താണ് ജോമെട്രിക് മീൻ ബിറ്റ്വീൻ ടു നമ്പേഴ്സ് A and B എന്ന് പറയുന്നത് √AB. നമുക്ക് ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x ഇൻ വിച്ച് ദ നമ്പേഴ്സ് -2/7 x -7/2 ആർ ഇൻ GP. എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് തന്നിരിക്കുന്നത് ഒരു GP ആണ്. അങ്ങനെയാണെങ്കിൽ x കണ്ടുപിടിക്കാൻ. അങ്ങനെയാണെങ്കിൽ x കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ഈ സീക്വൻസ് ഒരു GP ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിന് ഇടയ്ക്കുള്ള വാല്യൂ ആയ x കണ്ടുപിടിക്കാനാണ്. അതായത് ജോമെട്രിക് മീൻ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ജോമെട്രിക് മീൻ ബിറ്റ്വീൻ ടു നമ്പേഴ്സ് A and B എന്ന് പറയുന്നത് എന്തായിരുന്നു? √AB ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? √-2/7 into -7/2. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആവും. 2 ക്യാൻസൽ, 7 ക്യാൻസൽ, വിളിച്ച് എന്ത് വരുന്നു? √1 എന്ന് വരും. √1 എന്ന് പറഞ്ഞാൽ എന്താണ്? +or-1 ആണ്. +or-1. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയത് +or-1 എന്നാണ്. അപ്പോൾ x = +or-1. If third, 8th, 13th term of a GP are x, y, z respectively, prove that x, y, z are in GP. എന്താണ് തന്നിരിക്കുന്നത്? തേർഡ് ടേമും തന്നിട്ടുണ്ട്, 8th ടേമും തന്നിട്ടുണ്ട്, 13th ടേമും തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? A3. 8th ടേം എന്ന് പറഞ്ഞാൽ A8. 13th ടേം എന്ന് പറഞ്ഞാൽ A13. A3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ AR².
A8 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A r raised to n minus 1. അപ്പോൾ A r raised to 7. A13 കണ്ടുപിടിക്കാൻ A r raised to n minus 1. അപ്പോൾ A r raised to 13 minus 1 12 വരും. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? തേർഡ് ടേം എന്ന് പറയുന്നത് എക്സ് എന്നും 8th ടേം എന്ന് പറയുന്നത് y എന്നും 13th ടേം എന്ന് പറയുന്നത് z എന്നും തന്നിട്ടുണ്ട്. AR² equal to x എന്നും AR raised to 7 equal to y എന്നും AR raised to 12 equal to z എന്നും തന്നിട്ടുണ്ട്. XYZ എന്ന് പറയുന്നത് GP ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. XYZ GP ആണെങ്കിൽ എന്താണ്? y എന്ന് പറയുന്നത് എക്സിൻ്റെയും ഇസഡിൻ്റെയും ജോമെട്രിക് മീൻ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്ത് വരും? y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ഇസഡ് എന്നോ അല്ലെങ്കിൽ റൂട്ട് കളയാൻ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ y² ഈക്വൽ ടു എക്സ് ഇസഡ് എന്നും പ്രൂവ് ചെയ്താൽ മതി. XYZ GP ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. XYZ GP ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം XYZ GP ആയിരുന്നെങ്കിൽ y എന്ന് പറയുന്നത് എക്സിൻ്റെയും ഇസഡിൻ്റെയും മീൻ ആയിരിക്കുമല്ലോ. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എ ബി. എയുടെ സ്ഥാനത്ത് എക്സ്, ബിയുടെ സ്ഥാനത്ത് ഇസഡ്. അപ്പോൾ എന്താ വരും? റൂട്ട് ഓഫ് എ ബി റൂട്ട് ഓഫ് എക്സ് ഇസഡ്. അപ്പോൾ y എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ഇസഡിനോട് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്താൽ y² ഈക്വൽ ടു എക്സ് ഇസഡ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? y² ഈക്വൽ ടു എക്സ് ഇസഡ് എന്ന് പ്രൂവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് XYZ GP ആണെന്ന് പറയാം. നമുക്ക് y² ഈക്വൽ ടു എക്സ് ഇസഡ് എന്ന് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം y² കണ്ടുപിടിക്കാം. y² കണ്ടുപിടിക്കാം. y² ഈസ് ഈക്വൽ ടു y² എന്ന് പറഞ്ഞാൽ എന്താണ്? y എന്ന് പറഞ്ഞാൽ AR raised to 7 ആണ്. അപ്പോൾ y² എന്ന് പറയുമ്പോൾ AR raised to 7 ഹോൾ സ്ക്വയർ എന്ന് വരും. എന്താണ്? എയുടെ സ്ക്വയർ A², r raised to 7 സ്ക്വയർ A raised to m ഹോൾ raised to n എന്ന് പറഞ്ഞാൽ A raised to m എന്നാണ്. അപ്പോൾ r raised to 7 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ r raised to 14 എന്ന് വരും. y² എന്ന് പറഞ്ഞാൽ A² r raised to 14 എന്ന് കിട്ടി. ഇനി എന്താണ്? എക്സ് ഇസഡ് നോക്കാം. എക്സ് ഇൻറ്റു ഇസഡ് നോക്കാം. എക്സ് ഇൻറ്റു ഇസഡ് നോക്കുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? AR² ആണ് ഇൻറ്റു ഇസഡ് എന്താണ്? AR raised to 12 ആണ്. അപ്പോൾ AR raised to 12. A ഇൻറ്റു A എന്താണ്? A² into r² into r raised to 12. A raised to m into A raised to n. A raised to m plus n. r² into r raised to 12 എന്ന് പറയുന്നത് r raised to 2 plus 12 എന്ന് വരും. അപ്പോൾ എത്ര വരും? r raised to 14 എന്നാകും. അപ്പോൾ r raised to 14 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് A² into r raised to 14 കിട്ടി. എന്ത് ചെയ്തു? അപ്പം XZ എന്ന് പറയുന്നത് A² into r raised to 14 എന്ന് കിട്ടി. അത് തന്നെയല്ലേ നമുക്ക് y² കിട്ടിയേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? y² ഈക്വൽ ടു XZ എന്ന് കിട്ടി. y² ഈക്വൽ ടു XZ എന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? y എന്ന് പറയുന്നത് എക്സിൻ്റെയും ഇസഡിൻ്റെയും മീൻ ആണ്. അതുകൊണ്ട് തന്നെ XYZ എന്ന് പറയുന്നത് ഒരു GP ആണെന്ന് പറയാം. പ്രൂവ് ചെയ്തില്ല? XYZ എന്ന് പറയുന്നത് GP ആണെന്ന് പ്രൂവ് ചെയ്തു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് എ GP whose third term is 12 and 8th term is 384. Find the sum of first 10 terms of a GP whose third term is 12 and 8th term is 384. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ഫസ്റ്റ് 10 ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S10 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിരിക്കുന്ന എന്താണ്? തേർഡ് ടേം തന്നിട്ടുണ്ട്. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ A3. ടേം എന്ന് പറഞ്ഞാൽ A3 എന്ന് പറഞ്ഞാൽ 12 എന്നാണ് തന്നിരിക്കുന്നത്. ഇനി എന്താണ് തന്നിരിക്കുന്നത്? 8th ടേം തന്നിട്ടുണ്ട്. 8th ടേം എന്ന് പറഞ്ഞാൽ A8. 8th ടേം എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 384 എന്നാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് എന്നാണ്. അപ്പോൾ S10 കണ്ടുപിടിക്കണം. തന്നിട്ടുള്ളതോ A3യും A8ഉം ആണ് തന്നിട്ടുള്ളത്. എന്ന് പറയുന്നത് എന്താണ്? A3യും A8ഉം ആണ് ഗിവൻ. A3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? AR raised to n minus 1. AR² is equal to 12.
ഇനി എ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ AR is to n minus 1. അപ്പോൾ 8 minus 1 7 വരും is equal to 384. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ എ ക്യാൻസൽ ആകത്തില്ലേ? അപ്പം നമുക്ക് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യാം. 2 divided by 1. ഇക്വേഷൻ 2 divided by ഇക്വേഷൻ 1. അപ്പോൾ എന്ത് വരും? AR is to 7 divided by AR square is equal to 384 divided by 12. എയും ക്യാൻസലായി. R is to 7 divided by R square. A raised to m by A raised to n എന്നുള്ള ഫോമിലാണ്. A raised to m by A raised to n എന്നായിരുന്നു? A raised to m minus n. അപ്പോൾ R raised to 7 minus 2 എന്നാകും. R raised to 7 minus 2 എന്ന് പറഞ്ഞാൽ R raised to 5 is equal to 84 divided by 12 എത്രയാണ്? 32. അപ്പോൾ R raised to 5 equal to 32. എവിൻ്റെ ഫിഫ്ത്ത് പവർ ആണ് 32. 2ൻ്റെ ഫിഫ്ത്ത് പവർ അല്ലേ 32. അപ്പോൾ നമുക്ക് 32നെ 2 raised to 5 എന്ന് എഴുതാം. R raised to 5 equal to 2 raised to 5. R equal to 2. നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടി 2 എന്ന് കിട്ടി. നമുക്ക് കോമൺ റേഷ്യോ 2 എന്ന് കിട്ടി. കോമൺ റേഷ്യോ മാത്രം മതിയോ നമുക്ക് S10 കണ്ടുപിടിക്കാൻ? S10 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A into R raised to n minus 1. R raised to n is 10 minus 1 divided by R minus 1 ആണ് ഇക്വേഷൻ. നമുക്കിവിടെ R കിട്ടി. ഇനി എന്താണ് വേണ്ടത്? A വേണം. എന്താണ് R? നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? A into R എത്രയാണ്? 2. R സ്ക്വയർ ആണ്. അപ്പോൾ 2 സ്ക്വയർ വരും. 4 is equal to 12. അപ്പം A equal to 12 divided by 4 എന്ന് വരും. A equal to 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി S10 കണ്ടുപിടിക്കാമല്ലോ. എന്താണ്? A എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 into R എത്രയാണ്? 2. അപ്പോൾ 2 raised to 10 minus 1 whole divided by 2 minus 1. അപ്പോൾ എത്രയാണ്? 1. അപ്പോൾ ആൻസർ എത്ര വരും? 3 into 2 raised to 10 minus 1. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, the sum of first 3 terms of a GP is 39 by 10 and their product is 1. Find the common ratio and the terms. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, അതായത് S3 തന്നിട്ടുണ്ട്. S3 എന്ന് പറയുന്നത് 39 by 10 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദർ പ്രോഡക്റ്റ് ഈസ് 1 എന്ന് തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് 3 ടേംസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 എന്നും തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 1. നമുക്ക് നമ്മുടെ ജി പിനെ A by R A R എന്ന് എടുക്കാം. ലെറ്റ് ജി പി ബി A by R A R എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാകുമ്പോൾ സം എന്ത് വരും? A by R plus A plus AR is equal to 39 by 10. പിന്നെ എല്ലാ ടേമിലും A ഉണ്ടല്ലോ, നമുക്ക് A കോമൺ എടുക്കാം. അപ്പോൾ എന്ത് വരും? 1 by R plus 1 plus R is equal to 39 by 10. 1 plus R square whole divided by R plus 1 is equal to 39 by 10 എന്ന് കിട്ടും. നമുക്ക് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് 1 ആണ്. അപ്പോൾ എന്താ? A by R into A into AR is equal to 1. A into A cube. ആറും ക്യാൻസലായി. അപ്പം equal to 1. A cube equal to 1. ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ A equal to 1 എന്ന് കിട്ടി. A equal to 1 എന്നുള്ളത് നമുക്ക് സമ്മിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? 1 plus R square divided by R plus 1 equal to 39 by 10 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 1 plus R square divided by R is equal to 39 by 10 minus 1 എന്ന് വരും. 10 by 10 minus 1 and minus
10 divided by 10 29 by 10 എന്ന് വരും. 10 plus 10r square is equal to 29r എന്ന് വരും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയില്ലേ? എന്താണ് 10r square plus 10 29r ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പം എന്തായാലും -29r is equal to 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അപ്പം അതിനെ സോൾവ് ചെയ്യാമല്ലോ. r equal to ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? -b plus or minus root of b square minus 4ac divided by 2a. അത് ചെയ്യുമ്പോൾ എന്ത് വരും? 5/2 or 4. 10r square plus 10 minus 29r is equal to 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 5/2 or 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ആറിൻ്റെ വാല്യൂ 5/2 or 4. സീക്വൻസ് എന്തായിരുന്നു? a/r a/r എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും? a/r. ഫസ്റ്റ് ടേം അപ്പം a/r. ടേം a/r. a/r എന്താണ്? a എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡിവൈഡഡ് ബൈ r എന്ന് പറഞ്ഞാൽ 5/2. അപ്പോൾ എന്ത് വരും? 2/5 ആയിരിക്കും. ഓർ r എന്ന് പറയുന്നത് 4 ആണെങ്കിൽ എന്ത് വരും? 1/4 എന്നായിരിക്കും ഫസ്റ്റ് ടേം വരുന്നത്. സെക്കൻഡ് ടേമോ? സെക്കൻഡ് ടേം എന്താണ്? a ആണ്. a എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 എന്ന് കിട്ടിയായിരുന്നു. തേർഡ് ടേം എന്താണ്? ar. ar is equal to a എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 into 5/2. അപ്പോൾ 5/2 or r എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 1 into 4. അപ്പോൾ എന്ത് വന്നു? 5/2 or 4. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ത് വരും? 2/5 1 5/2 or 1/4 1 4. Answer 2/5 1 5/2 or 1/4 1 4. അടുത്ത ക്വസ്റ്റ്യൻ, which term of the sequence is 128? which term of the sequence is 128? തന്നിരിക്കുന്ന സീക്വൻസ് 2 2√2 4 etc. സീക്വൻസ് തന്നിട്ടുണ്ട്, ഒരു ടേമും തന്നിട്ടുണ്ട്. ഒരു ടേം 128 ആണ്. ആ 128 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ എത്രാമത്തെ ടേം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 128ൻ്റെ പൊസിഷൻ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന 128നെ നമുക്ക് എ എന്നായിട്ട് എടുക്കാം. എന്ത് ടേം ആയിട്ട് 128നെ എടുക്കാം? an is equal to 128. an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? r raised to n minus 1 is equal to 128. a എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്? ഫസ്റ്റ് ടേം 2 ആണ്. a എന്ന് പറഞ്ഞ 2 ആണ്. ഇൻറ്റു r എത്രയാണ്? റേഷ്യോ കണ്ടുപിടിക്കാം. എന്താണ്? കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള റേഷ്യോ. a2/a1 ചെയ്ത് നോക്കിയപ്പോൾ a2/a1 എന്ന 2√2 ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? √2. അപ്പോൾ r എന്ന് പറയുന്നത് √2 എന്ന് കിട്ടി. അപ്പോൾ r is equal to √2 ആണ്. അപ്പം √2 whole raised to n minus 1 is equal to 128. √2 whole raised to n minus 1 is equal to 2 മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. റൈറ്റിലേക്ക് പോകുമ്പം ഡിവിഷൻ ആകും. അപ്പോൾ 128 ഡിവൈഡഡ് ബൈ 2 64 എന്ന് വരും. 2 raised to 1/2 എന്ന് എഴുതാമല്ലോ. 2 raised to 1/2 whole raised to n minus 1 equal to 64. 2ൻ്റെ ഏത് പവറാണ്? 2 raised to 6 എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ നമുക്ക് 64നെ 2 raised to 6 എന്ന് എഴുതാം. a raised to m whole raised to n എന്ന് പറഞ്ഞാൽ a raised to m എന്നാണ്. അപ്പം അപ്പോൾ 2 raised to 1/2 whole raised to n minus 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 raised to n/2 minus 1/2 is equal to 2 raised to n. ബേസ് സെയിം ആണ്. അപ്പം നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ പോലെ. അപ്പം എന്ത് വരും? n/2 minus
1/2 is equal to 6. Denominator same ആണ്. അപ്പോൾ numerator നമ്മൾ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ n minus 1 whole divided by 2 equal to 6. n minus 1 is equal to 2 ഇവിടെ ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം അപ്പുറയിലേക്ക് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 6 into 2 12. അപ്പോൾ n equal to -1 റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ എന്ത് വരും? 12 plus 1 13 വരും. അപ്പോൾ നമുക്ക് n എന്ന് പറഞ്ഞാൽ 13 കിട്ടി. അപ്പോൾ എന്താണ്? 128 എന്ന് പറയുന്നത് 13th ടേം ആണ്. എഴുതാം 128 is 13th term എന്ന് എഴുതാം. The question: find 7 plus 77 plus 777 plus etc. up to n terms. 7 plus 77 plus 777 plus etc. up to n terms. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എസ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ടേമിൽ നിന്നെല്ലാം നമുക്ക് എന്തെടുക്കാം? ഈ ടേമിലെല്ലാം 7 നമുക്ക് കോമൺ എടുക്കാമല്ലോ. 7 കോമൺ എടുക്കാം. അപ്പോൾ 7 into 7 കോമൺ എടുത്തപ്പോൾ മിച്ചം 1 പ്ലസ് 77 7 കോമൺ എടുത്ത് മിച്ചം 11 പ്ലസ് 777 7 കോമൺ എടുത്ത മിച്ചം 111 plus etc. up to n terms. 1 plus 11 plus 111 plus etc. up to n terms. ഇതൊരു ജി പി അല്ല. അപ്പം നമുക്കതിനെ ജി പി ആക്കണം. ജി പി ആക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ടേമിനെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആൻസറിന് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 7/9 അകത്തോട്ട് 9 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9 into 1 9 plus 9 into 11 99 plus 9 into 111 999 plus etc. up to n terms. Is equal to 7/9 is equal to 7/9 into 9 നമുക്ക് എങ്ങനെ എഴുതാം? 10 minus 1 എന്ന് എഴുതാം. 10 minus 1 plus 99 എങ്ങനെ എഴുതാം? 100 minus 1 plus 999 1000 minus 1 plus etc. up to n terms is equal to 7/9 into നമുക്ക് 10ന്റെ ടേംസ് 10ന്റെ പവേഴ്സ് എല്ലാം ഒന്ന് ചെയ്താൽ അപ്പോൾ എന്ത് വരും? 10 plus 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 സ്ക്വയർ ആണ്. അപ്പോൾ 10 സ്ക്വയർ പ്ലസ് 1000 എന്ന് പറഞ്ഞാൽ 10 raised to 3 ആണ് പ്ലസ് എക്സെട്ര ഇങ്ങനെ അങ്ങനെ എത്ര വരും? n terms. ഇനി മിച്ചം എന്താണ്? ഒരു -1 ഉണ്ട് എല്ലാ ടേമിലും. -1 എത്ര തവണ ഉണ്ട്? n ടൈംസ് ഉണ്ട്. അപ്പം -1 n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -n is equal to 7/9 into 10 plus 10 square plus 10 cube plus etc. up to n. അതെന്ന് പറയുന്നത് ഒരു ജി പി അല്ലേ? 10 കോമൺ റേഷ്യോ വരുന്ന ഒരു ജി പി ആണ്. അപ്പോൾ നമുക്ക് അതിനെ ജി പിയുടെ സം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പം ജി പി എസും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? a into r raised to n minus 1 whole divided by r minus 1. അപ്പോൾ ഇവിടെ എന്നാ 10 ആണ്. 10 into r raised to n. r 10 ആണ്. അപ്പോൾ 10 raised to n minus 1 whole divided by r minus 1 എന്ന് വരും. r 10 ആണ്. 10 minus 1 9 minus n. ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. 7ന് പകരം 5 ആണെങ്കിൽ 5 plus 55 plus 555 plus etc. up to n terms ആണെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് 5 കോമൺ എടുക്കാം. 5 കോമൺ എടുത്തു ദെൻ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും. ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ ടേംസിനെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ പുറത്ത് 9 ഡിവൈഡ് ചെയ്തിടുക. ദെൻ 9 10 minus 1 എന്നും 99 100 minus 1 എന്നും 999 1000 minus 1 എന്നും എഴുതാം. അപ്പോൾ എന്ത് വരും?
10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എക്സെട്ര അപ് ടു n എന്ന് പറയുന്നത് ഒരു GP ഫോം ചെയ്യും. എങ്ങനെയാണ്? 10 10 സ്ക്വയർ 10 ക്യൂബ് 10 കോമൺ റേഷ്യോയും 10 ഫസ്റ്റ് ടേമും വരുന്ന ഒരു GP ഫോം ചെയ്യും. നമുക്ക് GPയുടെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 10 × 10⁻n - 1 ഹോൾ ഡിവൈഡഡ് ബൈ 9 മൈനസ് ഇവിടെ -1 n ടൈംസ് ഉണ്ട്, അപ്പം -n ഹോൾ ഇൻറ്റു 5/9 എന്ന് വരും. ഈ ക്വസ്റ്റ്യനിൽ ഇൻറ്റു 7/9. 7 പകരം വേറെ ഏത് നമ്പർ വന്നാലും നമ്മൾ ഈ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. The sum of first 3 terms of a GP is 16 and sum of next 3 terms is 128. Find first term and common ratio. എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? സം ഓഫ് ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മും തന്നിട്ടുണ്ട്, നെക്സ്റ്റ് 3 ടേംസിൻ്റെ സമ്മും തന്നിട്ടുണ്ട്. ആണെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയാണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് 16 എന്ന് തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പോൾ A1 പ്ലസ് A2 പ്ലസ് A3 എന്ന് പറയുന്നത് 16 എന്ന് തന്നിട്ടുണ്ട്. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അപ്പോൾ അതെന്താണ്? A പ്ലസ് A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം, അപ്പോൾ AR പ്ലസ് A3 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം, അപ്പോൾ AR സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് തന്നിട്ടുണ്ട്. 3 ടേമിലും A കോമൺ ആണ്, നമുക്ക് A കോമൺ എടുക്കാം. അപ്പം എന്ത് വരും? 1 പ്ലസ് R സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് വന്നു. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ നമുക്കിതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി എന്താണ് തന്നിരിക്കുന്നത്? സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ്. സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പോൾ എന്താണ്? 4th ടേം പ്ലസ് 5th ടേം പ്ലസ് 6th ടേം എന്ന് പറയുന്നത് 128 എന്നാണ് തന്നിരിക്കുന്നത്. A4 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? AR⁻³ പ്ലസ് A5 5th ടേം AR⁻4 പ്ലസ് 6th ടേം AR⁻5 is equal to 128. 3 ടേമിലും A കോമൺ ആണ്, ഈ 3 ടേമിലും A കോമൺ ആണ്, നമുക്ക് A വെളിയിലെടുക്കാം. പിന്നെന്താണ്? R⁻3യും 3 ടേമിലും കോമൺ ആണ്, അപ്പം നമുക്ക് R⁻3യും എടുക്കാം. മിച്ചം എന്ത് വന്നു? AR⁻3ക്കകത്ത് AR⁻3 കോമൺ എടുത്തപ്പോൾ മിച്ചം 1 പ്ലസ് R⁻4ൻ്റെ അകത്തുനിന്ന് AR⁻3 കോമൺ എടുക്കുമ്പോൾ മിച്ചം R. എന്താണ്? AR⁻4നകത്തുനിന്ന് A വെളിയിലെടുത്തു, then R⁻4ൽ നിന്ന് R³ വെളിയിലെടുത്തപ്പോൾ മിച്ചം R പ്ലസ് A കോമൺ എടുത്തു, then R⁻5നകത്തുനിന്ന് R³ കോമൺ എടുത്തപ്പോൾ മിച്ചം R⁻2 128. A ഇൻറ്റു 1 പ്ലസ് R പ്ലസ് R സ്ക്വയർ എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ, അത് എത്രയാണ്? 16 ആണ്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. R³ ഇൻറ്റു 16 is equal to 128 എന്ന് വരും. അപ്പോൾ എന്ത് വരും? R³ equal to 128 ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ്? 8 വരും. R³ equal to 8 എന്ന് കിട്ടി. അപ്പോൾ R³ എന്ന് എഴുതാം. R equal to 2. നമുക്ക് കോമൺ റേഷ്യോ 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. കോമൺ റേഷ്യോ 2 എന്ന് കിട്ടി, ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? കോമൺ റേഷ്യോ കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? A ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 2 സ്ക്വയർ 4 is equal to 16. 1 plus 2 plus 4, 1 plus 2 3, 3 plus 4 7, അപ്പം 7 into A എന്ന് വരും. അപ്പോൾ 7A equal to 16 എന്ന് വന്നു. A equal to 16 divided by 7. അപ്പോൾ A എന്ന് പറഞ്ഞാൽ 16/7 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 16/7ഉം കോമൺ റേഷ്യോ 2 എന്നും കിട്ടി. ഫൈനൽ ആൻസർ ഫസ്റ്റ് ടേം 16/7 എന്നും കോമൺ റേഷ്യോ 2 എന്നും കിട്ടി. +1 മാത്സിലെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ജോമെട്രിക് പ്രോഗ്രഷനിൽ നിന്ന് വരാവുന്ന എല്ലാ മെത്തേഡ് ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.